തൃശ്ശൂരിലേക്ക് പോയാൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഷട്ടറുകൾ തുറക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? തൃശ്ശൂരിലും മഴ ശക്തിപ്പെടുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ തൃശ്ശൂരിന്റെ വിവിധ മേഖലകളിൽ മഴ കനക്കുന്ന വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. തൃശ്ശൂർ നഗരത്തിലടക്കം വൈകുന്നേരത്തോടു കൂടി മഴ ശക്തമായിട്ടുണ്ട്. മലയോര മേഖലകളിലും കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത്. മലയോര മേഖലകളിൽ ഈ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. 4 ക്യാമ്പുകൾ ജില്ലയിൽ ഇതിനോടകം തുറന്നിട്ടുണ്ട്. തീരദേശ മേഖലയിലും ശക്തമായ മഴയെ തുടർന്ന് ഈ വേലിയേറ്റമടക്കം ശക്തമാണ്. ചില വീടുകളിലേക്ക് ഈ കടൽ ഇരച്ചു കയറുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഴാനി ഡാം നാളെ തുറക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ റൂൾ കർവ് പ്രകാരമുള്ള ജലം ഒഴുക്കിക്കളയുകയും അതിനുശേഷം ഈ ജലം വലിയ അപകടകരമല്ലാത്ത രീതിയിൽ നിലനിർത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ പെരിങ്ങൽകുത്ത് ഡാമുകളടക്കം നിരവധി ഡാമുകളുണ്ട്. ആ ഡാമുകളിലെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അപകടകരമായ നിലയിൽ ഈ ഡാമുകളിലൊന്നും തന്നെ ജലം നിലനിർത്തരുത്, അതായത് ഒരു രാത്രികാലങ്ങൾ ഉൾപ്പെടെ ഡാം തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ജലം ക്രമപ്പെടുത്തി നിർത്തണം എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. എന്തായാലും തൃശ്ശൂരിന്റെ മലയോര മേഖലകളിൽ ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാ നിലവിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. വാഴാനി ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഷട്ടറുകൾ തുറക്കുന്നത്. സൂരജ് അതിന്റെ വിശദാംശങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.